ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ മറ്റൊരു പ്രമോ കൂടി വന്നിട്ടുണ്ട്. ലാലേട്ടൻ ഒരാളിനെ ഈ ഷോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അടിപൊളി റിവ്യൂവറായ ഒരു ഉമ്മ, ആ ഉമ്മയും മകനും കൂടി ഇന്ന് ലാലേട്ടനെ കാണാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഷോയിൽ അവരും പങ്കെടുക്കുന്നുണ്ട്. ഉമ്മയുടെ റിവ്യൂ ഒക്കെ അടിപൊളിയാണ്. ആ ടിവിയുടെ മുൻപിൽ ഇരുന്നുകൊണ്ട് അമ്മയും മകനും തമ്മിലുള്ള ആ സംസാരമൊക്കെ ചില സമയങ്ങളിൽ ചിരിച്ചൊരു വഴിക്കാകാറുണ്ട്. എന്തായാലും ആ ഷോയിൽ ഇങ്ങനെ റിവ്യൂ ചെയ്തത് കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാനും അവിടെ വരെ എത്തുവാനും പറ്റിയല്ലോ, അതുതന്നെ വലിയൊരു കാര്യം. ഒത്തിരി അഭിനന്ദനങ്ങൾ. അപ്പോൾ ഉമ്മയോട് ഈ PR വർക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയും പറയുന്നുണ്ട്, എല്ലാവർക്കും പെരിയാറുണ്ട്. PR കൊടുത്തിട്ട് വന്നു കയറിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പെരിയാർ എന്ന് പറയുന്നതിൽ കൂടി ഉമ്മ നല്ല അടിയാണ് അടിക്കുന്നത്. പക്ഷേ ഉമ്മയ്ക്കറിയുമോ കോടികൾ ഒഴുകുന്ന വഴിയാണ് ഇത് എന്നുള്ളത്? അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, PR കൊണ്ട് ജയിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ പൈസ കൊടുത്താൽ മതിയല്ലോ. എന്താണ് അനുമോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇല്ലില്ല, ഇതുവരെ പൈസയൊന്നും കൊടുത്തില്ല. അപ്പൊ ഇതുവരെ ഒന്നും കൊടുത്തില്ല, ഇനി പോകുമ്പോൾ കൊടുക്കും. 50,000 കൊടുത്തിട്ടാണ് വന്നതെന്ന് ബിന്നിയോട് പറഞ്ഞു എന്നൊരു ആരോപണം കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നു. അതേ ചുറ്റിപ്പറ്റിയാണ് ഈ കോലാഹലങ്ങൾ മുഴുവനും അവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അനുമോൾ അത് നിഷേധിച്ചിരിക്കുകയാണ്. ഇതുവരെ ഒറ്റ പൈസ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷമായിരിക്കും അനുമോൾ PR കൊടുക്കുന്നത്. അനുമോളുടെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഉള്ള കാര്യം പുള്ളിക്കാരി അവിടെ തുറന്നു പറഞ്ഞു. ആരും പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം. ഇനി അറിയാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണോ, ബിന്നിയെ വിശ്വസിച്ച് ഈ സംഗതി കൈമാറിയതാണോ, ഇതൊന്നും അറിയില്ല. പക്ഷെ ഉള്ള കാര്യം അവർ തുറന്നു പറഞ്ഞു. എന്നാൽ ഈ ഒരു വിഷയം ചർച്ചയായപ്പോൾ ലക്ഷങ്ങൾ PR വർക്കേഴ്സിന് കൊടുത്തിട്ട് അവിടെ നല്ല വെള്ള ചമഞ്ഞ ചില ആൾക്കാർ, അനുമോളെ രൂക്ഷമായിട്ട് വിമർശിച്ച ചില ആൾക്കാർ, അവിടെ നിന്നുകൊണ്ട് കരഞ്ഞ ബിന്നി, അതൊക്കെയാണ് അമ്പരപ്പുളവാക്കുന്നൊരു കാര്യം. എന്തായാലും ആ ഉമ്മായിക്ക് കയ്യടി കൊടുത്തതുപോലെ അനുമോൾക്കും ഇക്കാര്യത്തിൽ ഒരു കയ്യടി കൊടുക്കണം. ഉള്ള കാര്യം വളച്ചുകെട്ടില്ലാത്ത തുറന്നു പറഞ്ഞതിന്. അതെ, PR ഉണ്ട്, അതിനിപ്പോ എന്താ വലിയ കാര്യമാണോ അത്? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് PR എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഓരോ ആൾക്കാരുടെ ജെനുവിനിറ്റി അളക്കുന്നത്. എന്തായാലും ബിന്നിയോട് ചോദിക്കുന്നുണ്ട്, ബിന്നിയോട് പറഞ്ഞായിരുന്നു എന്ന്. അതെ, എന്നോട് പറഞ്ഞു എന്ന് ബിന്നി പറയുന്നുണ്ട്. അടുത്ത ചോദ്യം അക്ബറിനോടാണ്. അക്ബറിന് PR ഒന്നും ഇല്ലേ? ആ, ചെറിയ രീതിയിൽ ഉണ്ട് ലാലേട്ടാ. അമ്പട കള്ള പുകച്ച് പുറത്ത് ചാടിച്ചല്ലോ. പേടിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. ലാലേട്ടനോട് ഇല്ല എന്ന് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തെളിവെടുത്ത് പുറത്തു വിട്ടാലോ? അതുകൊണ്ട് പറയുകയാണ്, ചെറിയ രീതിയിലുണ്ട് ലാലേട്ടാന്ന്. നമ്മൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും അധികം പണം PR ഏജൻസികൾക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് അക്ബർ. ഇപ്പോൾ അദ്ദേഹം തുറന്ന് സമ്മതിക്കാൻ തയ്യാറായി, ചെറിയ രീതിയിലുണ്ടെന്ന്. പക്ഷെ കഴിഞ്ഞ ആഴ്ച അനുമോളുടെ PR വർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു ഇദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടിയത്? എന്തെല്ലാം വിമർശനങ്ങളായിരുന്നു! ഹോ, അനുമോൾ എന്തോ ഒരു വലിയ മഹാപാപിയാണെന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ചിത്രീകരിച്ചത്. എന്നിട്ട് കൊച്ചു കള്ള, നീയും അതിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇപ്പോൾ മേനി ചമയുകയാണ്. സാരമില്ല, നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അടുത്തത് ആര്യനോടാണ് ചോദിക്കുന്നത്. ആര്യൻ, എങ്ങനെയുണ്ട് PR ഒക്കെ? PR ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ലാലേട്ടാ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താൻ പറഞ്ഞത് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത വന്നത്. സത്യത്തിൽ ലാലേട്ടന്റെ ചോദ്യത്തോടൊക്കെ പലരും യാന്ത്രികമായിട്ടാണോ പ്രതികരിക്കുന്നത്? ഹലോ ആര്യൻ, നിങ്ങളൊന്നും ഈ സ്ഥലത്തെങ്ങും അല്ലേ? ഈ ചോദിക്കുന്ന ചോദ്യം അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ മറുപടി പറയുന്നത്? അതോ PR കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ള കാര്യം അറിയാതെ വായിൽ നിന്ന് വീണു പോയതാണോ? എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മിക്ക ആൾക്കാർക്കും PR ഉണ്ട് എന്ന് അവിടെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പുറത്ത് ആൾക്കാർ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആരൊക്കെ PR കൊടുത്തു, ആരൊക്കെ ഇനി പണം കൊടുക്കാൻ കിടക്കുന്നു, ആരൊക്കെ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ആയിട്ട് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഒരാളുടെ PR വർക്ക് ഇപ്പോൾ അവസാനിക്കുകയാണ്. ആ വ്യക്തി BB ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ആഴ്ച ഇങ്ങനൊരു ചർച്ചയ്ക്ക് വഴിവെച്ചത് തന്നെ ആ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലാണ്. അതെ, ബിന്നി പുറത്തായി എന്നുള്ള വിവരമൊക്കെയാണ് ലഭിക്കുന്നത്. അറിയില്ല, വൈകിട്ടത്തെ എപ്പിസോഡ് കാണുമ്പോഴറിയാം. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ട് ഇറങ്ങിപ്പോയതിന്റെ മുഴുവൻ ക്രെഡിറ്റും ബിന്നിക്ക് തന്നെയുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ മുമ്പിൽ ഈ തുറന്നു പറച്ചിൽ പലരും നടത്തിയതിൽ കൂടി വരുന്ന ദിവസങ്ങളിൽ ആ വീട്ടിൽ വലിയ കലാപങ്ങൾ ഉണ്ടായേക്കാം, വലിയ ചർച്ചകൾ നടന്നേക്കാം. പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അതിനകത്ത് നല്ല പിള്ള കളിച്ചിരുന്ന, പതുങ്ങിയിരുന്ന് പൂച്ച പാല് കുടിക്കുന്നത് പോലെ നടന്ന പല ആൾക്കാരുടെ മുൻപിലും പല ചോദ്യങ്ങളും വരാം. ആ ചോദ്യങ്ങൾക്ക് പല തരത്തിലുള്ള മറുപടികൾ വരാം. വലിയ പ്രശ്നങ്ങൾ വീണ്ടും PR വർക്കിനോടുള്ള ബന്ധത്തിൽ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്തായാലും എപ്പിസോഡിന് വേണ്ടി അല്പനിമിഷം കൂടി നമുക്ക് കാത്തിരിക്കാം.